പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ എയർപോർട്ടിലാണ് ഉള്ളത്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സിറ്റി ഓഫ് ലൈറ്റ്സ്, സിറ്റി ഓഫ് ലവ് എന്നൊക്കെ പറയുന്ന നമ്മുടെ പാരീസിലോട്ടാണ്. അപ്പോൾ പലരുടെയും ഡ്രീം ഡെസ്റ്റിനേഷൻ ആയിരിക്കും പാരീസ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ളൊരു സ്ഥലമാണ് കേട്ടോ. എത്രയോ കാലങ്ങളായിട്ട് നമ്മൾ ആഗ്രഹിച്ച്, അതായത് നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് പാരീസ്. അപ്പോൾ ആയി പറഞ്ഞ അപ്പോൾ ഇനി ബാക്കി ഫ്ലൈറ്റിൽ എത്തിയിട്ട് കാണാം കേട്ടോ. ഞങ്ങൾ ആക്ച്വലി വളരെ നേരത്തെയാണ് എത്തിയത് കേട്ടോ. എപ്പോഴും ലേറ്റായിട്ട് എത്തുന്നതുകൊണ്ട് ഭയങ്കര ഹറിബറിയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇത്തവണ കുറച്ച് നേരത്തെ എത്താമെന്ന് വിചാരിച്ചു. അത് വളരെ നേരത്തെ ആയിപ്പോയി, ഏകദേശം 1 മണിക്കൂർ നേരത്തെയായി. ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്തു നിന്ന് പോലെയാണ് നമ്മുടെ അവസ്ഥ. ഒന്നുകിൽ നേരത്തെ അല്ലെങ്കിൽ ലേറ്റ് ആയിട്ട്. അപ്പൊ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ബോറടിച്ചുകൊണ്ടിരിക്കുകയാണ്. Bakit? Number? Apa nama? Can you tell hi? നമ്മൾ ലാൻഡ് ചെയ്തു. നല്ല സൺസെറ്റ് വ്യൂ ആണ് കേട്ടോ. ഏകദേശം 9-9:30 ഇവിടെ 9:30ക്കാണ് സൺസെറ്റ്. ആക്ച്വലി ഞങ്ങൾ ഇവിടെ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ്, ആ കാണുന്നതാണ് നമ്മുടെ ഹോട്ടൽ. നമ്മൾ എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ബുക്ക് ചെയ്തത്. ഐബിസ് ഹോട്ടലാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ എയർപോർട്ടിന് തൊട്ടടുത്തായി നടക്കേണ്ട ദൂരം മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ഹോട്ടലിൽ എത്തിയിട്ടാണ്. അങ്ങനെ നമ്മൾ റൂമിൽ എത്തിയിട്ട്, നല്ല അടിപൊളി റൂം, ആവശ്യത്തിന് സ്പേസ് ഉണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് റൂം കാണിച്ചത്. എനിക്ക് ബാത്റൂമൊക്കെ ഭയങ്കര ഇഷ്ടമായി, നല്ല നീറ്റാണ്. ഞാൻ ജസ്റ്റ് ബാത്റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി. നമ്മളിത് ആ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഹോട്ടലിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ചെക്കൗട്ട് ചെയ്തു. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ നമ്മൾ സിറ്റിയിലോട്ട് പോവാണ്. അവിടെയാണ് നമ്മുടെ ഐഫിൽ ടവറും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ലിസ്റ്റിൽ നമ്മളിന്ന് കവർ ചെയ്യാൻ പോകുന്നത് ഐഫിൽ ടവറും ലോറെ മ്യൂസിയം ആണ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇവിടുന്ന് ഒരു എയർപോർട്ട് ഷട്ടിൽ ബസ് ഉണ്ട് സിറ്റിയിലോട്ട്. അപ്പോൾ നമ്മൾ എയർപോർട്ട് അടുത്താണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് നേരെ സിറ്റിയിലോട്ട് പോവാം. ഓക്കെ, 1 hour and 15 minutes ഒക്കെയാണ് ഇവിടെ ട്രാവല്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ, സിറ്റിയിൽ എത്തിയിട്ട് കാണാം. സിറ്റിയിൽ വന്ന് ഞങ്ങളുടെ ഫസ്റ്റ് ഐറ്റിനറി ആയ ലൂവ്ർ മ്യൂസിയത്തിലാണ് നമ്മളിപ്പോൾ ആദ്യം എത്തിയിരിക്കുന്നത്. ഇത് വേൾഡ് ഫേമസ് ഒരു മ്യൂസിയമാണ്, എല്ലാവർക്കും അറിയായിരിക്കും. അതായത് ഏറ്റവും കൂടുതൽ, ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ സന്ദർശിക്കുന്ന ഒരു മ്യൂസിയം കൂടിയാണ് ലൂവ്ർ മ്യൂസിയം. അതുകൂടാതെ ഏറ്റവും വലിയ മ്യൂസിയമാണ്. ഇതുകൂടാതെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേൾഡ് ഫേമസ് പെയിൻറ്റിംഗ് ആയ മൊണാലിസ
ആക്ച്വലി ഈ ഒരു മ്യൂസിയത്തിനകത്താണുള്ളത്. അതുമാത്രമല്ല കേട്ടോ, ഒരുപാട് ആർട്ട് വർക്ക്സ് ഈ ഒരു മ്യൂസിയത്തിലുണ്ട്. ഏകദേശം 4,80,000-ഓളം ആർട്ട് വർക്ക്സാണ് ഈ ഒരു മ്യൂസിയത്തിലുള്ളത്. ഈ ഒരു മ്യൂസിയത്തിൻ്റെ ഒരു മിനി ആർട്ടിഫാക്റ്റാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മ്യൂസിയം കണ്ട് തീർക്കുക എന്നുള്ളത് ആക്ച്വലി ഒരു ദിവസത്തിൽ ഇമ്പോസിബിളാണ്. നമ്മളെ കൊണ്ട് പറ്റില്ല, അത്രയുമുണ്ട് കളക്ഷൻസ്. നമുക്ക് ഒരു ദിവസമൊന്നും പോരാ ആക്ച്വലി ഈ മ്യൂസിയം കണ്ടു തീർക്കാൻ. ഇതിനകത്ത് ഗ്രീക്ക്, റോമൻ, പിന്നെ ചൈനീസ്, അങ്ങനെ ഓരോ സെക്ഷനിലായിട്ടാണ് ഓരോ ഫ്ലോർ തിരിച്ചിരിക്കുന്നത്. അപ്പോൾ അത്ര പെയിൻറ് വർക്ക്സും പിന്നെ ഈജിപ്ഷ്യൻ സ്കൾപ്ചേഴ്സും ഒരുപാട് കാര്യങ്ങളും അവർ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും മസ്റ്റ് വിസിറ്റാണ് ഈ ഒരു മ്യൂസിയം എന്ന് പറഞ്ഞാൽ. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റായ മൊണാലിസ പെയിൻറ്റിങ് കാണാനുള്ള തിരക്കാണ് ആക്ച്വലി നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. മൊണാലിസ മാത്രമല്ല, ഇവിടെ ലാസ്റ്റ് സപ്പറിൻ്റെ പെയിൻറ്റിങ് കൂടെയുണ്ട്. അതാണ് ഇപ്പോൾ ഈ കാണുന്ന വലിയൊരു പെയിൻറ്റിങ് നമ്മുടെ ലാസ്റ്റ് സപ്പറിൻ്റെ പെയിൻറ്റിങ് ആണ്. ഇവിടെ വന്ന് ഇതൊക്കെ കാണാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം മൊണാലിസ എന്ന് പറഞ്ഞൊരു പെയിൻറ്റിങ് അറിയാത്തവരായിട്ട് ഈ ലോകത്താരും തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ആ ഒരു പെയിൻറ്റിങ് അതിൻ്റെ ഒറിജിനൽ പെയിൻറ്റിങ് കാണാൻ പറ്റുക എന്നുള്ളതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഈ ഒരു മ്യൂസിയത്തിൽ ഫുൾ കാര്യങ്ങൾ കവർ ചെയ്യുക എന്നുള്ളത് ഇമ്പോസിബിളാണ്. അതിനെനിക്ക് വീഡിയോ തികയാതെ വരും. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു പോകുന്നുള്ളൂ. മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ് കേട്ടോ ആക്ച്വലി ഈ ഒരു ലൂവർ മ്യൂസിയം എന്നുള്ളത്. ഇവിടെ ഏകദേശം 537ഓളം പെയിൻറ്റിംഗ് ആണ് ആദ്യം ഈ ഒരു മ്യൂസിയം സ്ഥാപിച്ചപ്പോൾ ഇവർ കൊണ്ടുവന്നത്. 1793 കേട്ടോ ഈ ഒരു മ്യൂസിയം ഓപ്പൺ ചെയ്തത് ആൾക്കാർക്ക് വേണ്ടിയിട്ട്. 1793 എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക എത്ര വർഷം പഴക്കമുള്ളതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ ഐഫിൽ ടവർ കാണാൻ പോവാണ് കേട്ടോ. മ്യൂസിയത്തിന്റെ മുമ്പിൽ നിന്ന് തന്നെ ഒരു ബസ് എടുത്താൽ ഒരു 10-20 മിനിറ്റിൽ നമുക്ക് ഐഫിൽ ടവർ എത്താം കേട്ടോ. ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. അങ്ങനെ ഫൈനലി നമ്മള് ഐഫിൽ ടവറിന്റെ മുമ്പിൽ എത്തിയിട്ട് കണ്ടോ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ അത്രയും ഹാപ്പിയാണ്. കാരണം എത്രയോ നാളത്തെ എന്റേന്നല്ല നമ്മുടെ ഒരു ബക്കറ്റ് ലിസ്റ്റ് ആയിരുന്നു ഐഫിൽ ടവർ വന്ന് കാണുക എന്നുള്ളത്. അപ്പൊ ആ ഐഫിൽ ടവറിന്റെ മുമ്പിലാണ് എത്തിയിരിക്കുന്നത്. ഭയങ്കര ഹാപ്പിയാണ്, എക്സൈറ്റഡും ആണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. നമ്മൾ ഇവിടെ പാരീസിലാണ് ഒരു എയർബിഎൻബി എടുത്തിട്ടുണ്ട്. ആ എയർബിഎൻബിയിലാണ് കേട്ടോ ഉള്ളത്. ഇതും ആക്ച്വലി നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു നല്ല അടിപൊളി എയർബിഎൻബി ആണ്. ഇവിടെ കിച്ചണും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം. അതായത് നമുക്ക് ആവശ്യമുള്ള ഓവൻ, പിന്നെ യൂട്ടൻസിൽസ് എല്ലാം ഉണ്ട്. ബാത്റൂം ആണെങ്കിൽ പോലും നല്ല അടിപൊളി ബാത്റൂം ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇതും ഭയങ്കര ക്ലീനാണ്. നല്ല അടിപൊളി എയർബിഎൻബി ആണ്. ബാൽക്കണിയും അവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇന്ന് നമ്മൾക്ക് ആർട്ട് ഡേ ട്രയംഫ് എന്ന് പറഞ്ഞ ഒരു ഫ്രഞ്ച് റെവല്യൂഷൻ്റെ ഭാഗമായി നമ്മൾ ഇന്ത്യ ഗേറ്റ് പോലെ തന്നെയാണ് ഇവിടുത്തെ ആർട്ട് ഡേ ട്രയംഫ്. അപ്പോൾ അവിടെ ഫ്രഞ്ച് റെവല്യൂഷനിൽ മരിച്ച ആൾക്കാരുടെ ഒരു സ്മരണയ്ക്ക് വേണ്ടിയിട്ടൊക്കെ പണിതതാണ് ആർട്ട് ഡേ ട്രയംഫ്. അപ്പം നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം.
അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനായ ഗ്രാൻഡ് ആർക്ക് അല്ലെങ്കിൽ നമ്മുടെ ലാസ്റ്റ് ഐറ്റിനറിയിൽ വെച്ചതാട്ടോ. ലാ ഡിഫൻസ് എന്ന് പറഞ്ഞ ഈ ഏരിയ ആക്ച്വലി ഒരു ബിസിനസ് ഏരിയ ആണ്. ബാക്കിയുള്ള സ്ഥലത്ത് ഒരു ഓൾഡ് ആർക്കിടെക്ചർ ആണെങ്കിൽ ഇവിടെ ഫുൾ ന്യൂ മോഡേൺ ആർക്കിടെക്ചറാണ്. അതായത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഒരു ബിസിനസ് ടൈപ്പ് ഒരു മോഡേൺ പാരീസിനെയാണ് ഞാൻ ആക്ച്വലി ഈ ഒരു സ്ഥലത്തിനെ വിശേഷിപ്പിക്കുക. ഇത് ആക്ച്വലി പറയുന്നത് ഒരു ബിസിനസ് ഡിസ്ട്രിക്റ്റ് ആണ്. പാരീസിലെ ബിസിനസ് ഡിസ്ട്രിക്റ്റ് ആയിട്ടാണ് ലാ ഡിഫൻസിനെ കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണ്. ഇത് ഏകദേശം 9:30 ആണ് ടൈം. ഏർലി മോർണിംഗ് നമ്മൾ സ്റ്റോക്ക്ഹോമിലെത്തും, എന്നിട്ട് നേരെ വീട്ടിലേക്ക്. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു. ഒരുപാട് മെമ്മറീസ് ഉള്ള അത്രയും ഹാപ്പി ആയിട്ടുള്ളൊരു ട്രിപ്പ്. അപ്പോൾ ഞാൻ ഇവിടെ ഈ വ്ളോഗ് എൻഡ് ചെയ്യാണ്. അടുത്തൊരു വ്ളോഗിൽ കാണാം. ബൈ ബൈ.